നമസ്കാരം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ വോട്ടറാകാൻ വേണ്ടിയിട്ട് SIR പ്രക്രിയയിലൂടെ ഇപ്പം ഞാൻ കടന്നു പോവുകയാണ്. നേരത്തെ തന്നെ SIRന്റെ ഫോം പൂരിപ്പിച്ചു കൊടുത്തു, ഡോക്യുമെന്റ്സ് കൊടുത്തു, എല്ലാം കൊടുത്തു. പോരാ, ഇനിയും കടമ്പകളുണ്ട്. ആ ഒരു കടമ്പയുടെ ഭാഗമായിട്ടാണ് BLO ഷാജിലാൽ എന്നോടൊപ്പം ഇരിക്കുന്നത്. ഷാജിലാൽ ഒരുപാട് ഹിയറിങ്ങിന്റെ കടലാസുകൾ തരുന്നുണ്ട്. ഞാൻ തന്നെ കൊടുത്ത ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളത്തെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന ഒരു MP-യുടെ അവസ്ഥ. ഞാൻ 2002-2003 രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആണ്. ഇതൊരു 2.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഷെയർ ചെയ്തിരുന്ന സാധനമാണ്. എന്താണ് സംഗതി എന്ന് മനസ്സിലായല്ലോ. BLOയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. SIR പ്രക്രിയയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വോട്ടർ ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ വോട്ടർ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ SIR പ്രക്രിയ ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നപ്പോൾ ഇവിടെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് കഴിഞ്ഞ് ഏതാണ്ട് 20-30 ലക്ഷം ആളുകൾ, അതായത് മരിച്ചുപോയവരും ഇവിടെ പൗരന്മാരല്ലാത്തവരൊക്കെ വെളിയിൽ പോയിട്ടുണ്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു ഒച്ചപ്പാടും ബഹളവും നമ്മൾ കണ്ടില്ല. ബീഹാറിലൊക്കെ നടന്നപ്പോൾ ഇവിടെയുള്ള മാപ്രകൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നടന്നപ്പോൾ ഒരു 100 പേരെ നിരത്തി കാണിച്ചിട്ട് ഇവരുടെ വോട്ട് അതിനകത്ത് ഇല്ല, ഇവരെ വോട്ടർ ലിസ്റ്റിൽ ഇവരെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പോലും ഇവർക്ക് ആർക്കും പറ്റിയില്ല. അപ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് നടന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അവിടെയാണ് ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് വന്നിട്ട് ഒരു BLOയുടെ മുന്നേ, ആ BLOയുടെ ശരീരഭാഷയും അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ളൊരു ഭാവമായിരിക്കാം. 140 കോടിക്ക് മുകളിൽ ജനസംഖ്യയുണ്ട് ഇവിടെ. നമുക്ക് 100 കോടിയോളം ആളുകൾക്ക് ഇവിടെ ഈ വോട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള യോഗ്യത ഉള്ളവരാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഈ 100 കോടി ജനങ്ങൾക്കും ഇങ്ങനെയൊന്നും പോയിരിക്കേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല. വളരെ അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സാങ്കേതിക പിഴവുണ്ട്. അതായത് പലതവണയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണയും അടക്കം അദ്ദേഹം 5 തവണ വോട്ട് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ എന്തോ ഒരു സാങ്കേതിക പ്രശ്നത്തിലാണ് അദ്ദേഹത്തിന് അവിടെ പോയിട്ട് വിശദീകരണം കൊടുക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ഒരു ബ്രിട്ടാസ് അല്ലെങ്കിൽ ഈ 100 കോടി ജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഏറിപ്പോയ 1000 10,000 അല്ലെങ്കിൽ പോട്ടെ 1 ലക്ഷം പേർക്ക് ഇങ്ങനെ പോയിരിക്കേണ്ടി വരും. എനിക്കോ നിങ്ങൾക്കോ ഒന്നും ഇങ്ങനെ പോയിരിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ അവർ വരികയും നമ്മൾ കൊടുത്ത വിവരങ്ങൾ നമ്മൾ മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം നമുക്ക് ആ വോട്ടർ ലിസ്റ്റിൽ നമ്മൾ കയറുകയാണ് ചെയ്തത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇങ്ങനെ ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് എന്തോ കൊമ്പ് വാലുമുള്ള രീതിയിലാണ്. അദ്ദേഹം രാജ്യസഭാ MP ആണ്, ഞാൻ മുമ്പ് വോട്ട് ചെയ്തതാണ്, എന്നിട്ട് എനിക്കിതാ വന്നിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എന്ത് കൊമ്പും വാലുമുണ്ട്. ഒരു പ്രത്യേകതയില്ല. എന്നെയും നിങ്ങളെ പോലെ തന്നെ അദ്ദേഹത്തിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തതല്ല, അദ്ദേഹം രാജ്യസഭാ MP ആണ്. അങ്ങനെ പോലും അയാൾ കഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10-40 ദിവസം നാട് മുഴുവൻ നടക്കണ്ടേ, വെയിലും മഴയും എല്ലാം കൊണ്ട്, മഞ്ഞും എല്ലാം കൊണ്ട്, അങ്ങനെ പോലും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പം വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോയി ഇരിക്കണം മിസ്റ്റർ. ഇതിലൊക്കെ എന്താണ് കുഴപ്പം? ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണത്താൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ പോയിരിക്കേണ്ടി വരും. അതിന് ഞാനെന്തോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് അങ്ങനെ പ്രിവിലേജ് ഉണ്ട്, ഇന്ന കണ്ടോ ഞാൻ രാജ്യസഭ MP ആയിട്ടും പോയിരിക്കുന്നത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ രാജ്യസഭ MP ആയിട്ട്? എത്രയോ ആളുകളുണ്ട്, അവർക്കൊന്നും പോകേണ്ടി വന്നില്ലല്ലോ. പാർലമെൻറ്റിൽ ലോകസഭ MP-മാർ തന്നെയുണ്ട്, 10-200 പേരോളം രാജ്യസഭ MP-മാരുണ്ട്. എല്ലാവരും ഒന്നും ഇങ്ങനെ പോയിരിക്കുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. അതെന്തെങ്കിലും സാങ്കേതിക പിഴവായിരിക്കുന്നു. ഇവിടുത്തെ എന്തായാലും മനുഷ്യരും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ തന്നെയല്ലേ ഈ പ്രക്രിയ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് പറ്റി 1-2 പേർക്ക്, ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേരിൽ 1-2 പേർക്ക് മാത്രമായിരിക്കും ഇങ്ങനെ പോയി ഇരിക്കേണ്ടി വരുന്നത്. പക്ഷേ അതെന്തോ മഹാപാതകമാണ്, SIR തന്നെ ശരിയല്ല എന്ന തരത്തിലൊക്കെ നിങ്ങൾ ഇത് വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങളാണ് അതിനകത്ത് ചെറുതായി പോകുന്നത്. അതിൻ്റെ ഉദാഹരണം ഇതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നോക്കണം. മരുന്നിന് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലില്ല. 1-2 സുഡാപ്പി നാമധാരികൾ വന്നിട്ട് എന്തോ പറയുന്നതല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാനില്ല. കംപ്ലീറ്റ് അതിൻ്റെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്തോ ഭയങ്കര പണിയായിപ്പോയി, ആകപ്പാട് ചെയ്യുന്ന പണിയല്ല, ഈ തരത്തിലാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ളത് എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നില്ല. അപ്പം ഈ ചുളിവിൽ എന്താ പറയുക, പിൻവാതിലൂടെ രാജ്യസഭ MP ആയി കയറി നിൽക്കുന്ന ബ്രിട്ടാസിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പ്രവർത്തനമെങ്കിൽ നിങ്ങളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കാൻ ആളുകളാണ്. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്തെ VV രാജേഷിനെ നോക്കുക. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ഭരണം തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. അവിടെ ആരും രാഷ്ട്രീയം നോക്കത്തില്ല. അതേപോലെയൊക്കെ വരണമെങ്കിൽ പ്രവൃത്തിയും അതേപോലെ വരണം. അല്ലാതെ ഈ രാഷ്ട്രീയ വിരോധം കൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഒരു പ്രക്രിയയാണ് ഈ SIR എന്ന് പറഞ്ഞത്. അല്ലാതെ കണ്ട പാകിസ്ഥാനിയെയും കണ്ട ബംഗ്ലാദേശിനെയും കണ്ട നേപ്പാളിനെയൊക്കെ വലിച്ചു കയറ്റി അവനൊന്നും തീറ്റ കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. അവനൊക്കെ പുറത്ത് പോകേണ്ടതാണെങ്കിൽ പുറത്ത് പോകുക തന്നെ വേണം. അപ്പോൾ ഒരു സതുദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു പ്രക്രിയയെ പോലും നിങ്ങൾ ഈ ഡോഗ് ഷോ കാണിച്ചിട്ട് ഈ അഭ്യാസമൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വെറുതെ നാട്ടുകാരുടെ വായിൽ നിന്ന് കേൾക്കാം എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഒന്നിനൊന്നിനൊന്നിന് ചെറുതായി വരത്തേ ഉള്ളൂ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ്. മനസ്സിലാക്കുക, അതാണ് സത്യം.